ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്ന മുന്നോട്ട് വെക്കുന്ന ആദർശം വിശദീകരിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ ചുമതല. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിധം നിർവഹിക്കാൻ എനിക്കും ഫലപ്രദമായി കേൾക്കാനും ഉൾക്കൊള്ളുവാനും പ്രയോജനപ്പെടുത്തുവാനും നിങ്ങൾക്കും അവൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും അംഗീകരിച്ച അതേ ആദർശം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിലെ ആദ്യ പാതി ലോകത്ത് നിയോഗിതരായ അള്ളാഹുവിൻ്റെ മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അതിനാൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ഇതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഒമാ അർസൽന മിൻ ഖബ്ലിക മിൻ റസൂലി ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലാന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വഹ്യായി ബോധനമായി നൽകിക്കൊണ്ടല്ലാതെ. അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. എല്ലാ പ്രവാചകന്മാർക്കും നൽകിയ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തന്നെയാണ്. പക്ഷേ അറബി ഭാഷയിലാകണമെന്നില്ല. ഓരോ ജനതയുടെയും ഭാഷയിലായിരുന്നു അവരിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാർ സംസാരിച്ചത്. അതും ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഒമാ അർസൽന മിൻ റസൂലി ഇല്ലാ ബിലിസാനി ഖൗമിഹി. അതിന് ഭാഷ വ്യത്യസ്തമായിരിക്കും, പക്ഷേ ആദർശം ഒന്നാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണല്ലോ, നമ്മുടെയും നാം ജീവിക്കുന്ന പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും സംരക്ഷകനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിനാൽ സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിനാണ് ഇതിൻ്റെ എല്ലാറ്റിനും മേലുള്ള ഉടമാവകാശം. വലഹു മുൽക്കു സമാവാത്തി വല്ലർദ് ഒമാ ബൈനഹുമാ ഒമാ തഹ്തസ്സറ. ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ള എല്ലാറ്റിൻ്റെയും ഉടമാവകാശം അള്ളാഹുവിനാണ്. അവിടെ ആധിപത്യം അള്ളാഹുവിനാണ്. മനുഷ്യന് അവ ഉപയോഗിക്കാനുള്ള അനുമതിയാണുള്ളത്. അത് അനിയന്ത്രിതമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച നിശ്ചയിച്ച രീതിയിലാണ് അവ ഉപയോഗിക്കേണ്ടത്. അതൊന്നുകൂടി തെളിയിച്ച് പറഞ്ഞാൽ, ഞാനും നിങ്ങളുമൊക്കെ പറയും എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ നാക്ക്, എൻ്റെ മൂക്ക്, എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം, എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യമെന്ന്. പക്ഷേ നമുക്കറിയാം സൂക്ഷ്മ വിശകലനത്തിൽ ഇതൊന്നും നമ്മുടേതല്ല. ആയിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും രോഗമുണ്ടാവില്ല, വേദന ഉണ്ടാവില്ല, നമ്മുടെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടാവില്ല, തലമുടി നരക്കുകയില്ല, അവസാനം കൈകാലുകൾ നിശ്ചലമാവുകയില്ല. അപ്പോൾ ഇത് നമ്മുടേതല്ല, അതിലുടമാവകാശം അള്ളാഹുവിൻ്റേതാണ്. അതിനാലാണ് ദിനേന 5 നേരം ചുരുങ്ങിയ നാം പറയുന്നു, ഇന്ന സ്വലാത്തി ഒനുസ്കി ഒമഹ്യായ മോത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ജീവിതവും മരണവും അള്ളാഹുവിനുള്ളതാണ്. ഓ ജാലലക്കുമു സമഅൽ അബ്സാറ വൽ അഫ്ഇദ. നിങ്ങൾക്ക് അവൻ ഹൃദയം തന്നു, കണ്ണ് തന്നു, കാത് തന്നു. പക്ഷേ ഖലീലം മാ തഷ്കുറൂൻ, നിങ്ങൾ വളരെ കുറച്ചാളുകളെ നന്ദി കാണിക്കുന്നുള്ളൂ. മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് ഉടമാവകാശം. അതിനാൽ അവ എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കരുതെന്ന് തീരുമാനിക്കാനുള്ള അധികാരാവകാശം ആർക്കാണ്? അത് നൽകിയ അള്ളാഹുവിനാണ്. അപ്പോൾ കൈ കൊണ്ട് എന്തൊക്കെ ചെയ്യാം, എന്തെല്ലാം ചെയ്യരുത് ആരാണ് തീരുമാനിക്കേണ്ടത്? അള്ളാഹുവാണ്. കണ്ണുകൊണ്ട് എന്തെല്ലാം കാണാം, എന്തൊക്കെ കാണരുത് തീരുമാനിക്കേണ്ടത് ആരാണ്? അതിൻ്റെ ഉടമയായ അള്ളാഹുവാണ്. കാതുകൊണ്ട് എന്തെല്ലാം കേൾക്കാം, എന്തൊക്കെ കേൾക്കരുത് തീരുമാനിക്കാനുള്ള പരമാധികാരം അള്ളാഹുവിനാണ്. നമ്മുടെ കാലുകൊണ്ട് എവിടേക്കൊക്കെ പോകാം, എവിടേക്കെല്ലാം പോകരുത് ആരാണ് തീരുമാനിക്കേണ്ടത്? അള്ളാഹുവാണ്. നമ്മൾ എന്തെല്ലാം തിന്നാൻ തിന്നരുത്, കുടിക്കാൻ കുടിക്കരുത്, കാണാൻ കാണരുത്, കേൾക്കാൻ കേൾക്കരുത്, പറയാൻ പറയരുത്, ഇത് തീരുമാനിക്കാനുള്ള പരമാധികാരം, അവസാനത്തെ ആത്യന്തികമായ അവകാശം ആർക്കാണ്? അത് അള്ളാഹുവിനാണ്. കാരണം അവനേ അവയുടെ മേൽ ഉടമാവകാശമുള്ളൂ. അലാ ലഹുൽ ഖൽഖുൽ അംർ. ആരാണോ സൃഷ്ടികർമ്മം നിർവഹിച്ച് അവനേ കൽപ്പനാധികാരമുള്ളൂ. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. വിധിക്കുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. അവൻ കൽപ്പിച്ചിരിക്കുന്നു, അവന് മാത്രമേ വഴിപ്പെട്ട് ജീവിക്കാവൂ എന്ന്. അതിനാൽ എല്ലാ പ്രവാചകന്മാരും ഈ ആദർശത്തെ പ്രതിദാനം ചെയ്യുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്
സമൂഹത്തോട് പറഞ്ഞു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബലി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ളവരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അത് മറ്റൊരു ഭാഷയിൽ ഖുർആൻ വിശദീകരിച്ചു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബു താവൂത്ത്. എല്ലാ ജനസമൂഹങ്ങളിലും അള്ളാഹു ദൂതന്മാരെ നിയോഗിച്ചു. അവരെല്ലാം സമൂഹത്തോട് പറഞ്ഞ ഒരൊറ്റ കാര്യം, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അഥവാ അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുക. എല്ലാ അധികാര ലംഘനങ്ങൾ നടത്തിയ, അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളിൽ കടന്നു കയറിയ എല്ലാ ത്വാഗൂത്തുകളെയും നിങ്ങൾ വർജിക്കുക. ഇതായിരുന്നു എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ആദർശമെന്നർത്ഥം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ വാക്യത്തെ ഖുർആൻ ഉപയോഗിച്ച എന്തിനോടാ? അത് നല്ലൊരു വൃക്ഷത്തോടാണ്, മരത്തോടാണ്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തും വഫർഉഹാ ഫിസ്സമാ തൂത്തി ഉക്കലഹാ കുല്ല ഹീനി ബിഇദ്നി റബ്ബിഹ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ വാക്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ നൽകിയ ഒരു നല്ല വൃക്ഷമാണ്. അതിന് വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പൂണ്ട് പോയിട്ടുണ്ട്. അതിന് ചില്ലകൾ അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതതിൻ്റെ നാഥൻ്റെ അനുമതിയോടുകൂടി സൽഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഭൂമിയിലേക്ക് വേരാഴ്ത്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യ മനസ്സുകളിലേക്കത് ആഴ്ന്നിറങ്ങി. അതിൻ്റെ സൽഫലങ്ങൾ ജീവിതത്തിലുടനീളം കാണപ്പെടും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൻ്റെ സവിശേഷത, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ സൽഫലങ്ങൾ എവിടെ ഉണ്ടാവും? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാവും. നമ്മുടെ നടത്തത്തിൽ, കിടത്തത്തിൽ, ഉറക്കത്തിൽ, ഉണർച്ചയിൽ, തീനിൽ, കുടിയിൽ, സംസാരത്തിൽ, പ്രവർത്തനങ്ങളിൽ, കാഴ്ചയിൽ, കേൾവിയിൽ, എല്ലാറ്റിലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സവിശേഷത, പ്രത്യേകത ഉണ്ടാവണം. എപ്രകാരം? കാഞ്ഞിരക്കുയിൽ നിന്ന് കാഞ്ഞിരമുണ്ടായാൽ അതിൻ്റെ വേര്, തടിമരം, ചില്ലകൾ, ശിഖരം, പൂവ്, തൂമ്പ്, കാമ്പ് എല്ലാറ്റും അതിൻ്റെ പ്രത്യേകത ഉണ്ടാവും. ഏതൊരു അണ്ടിയിൽ നിന്നാണ് മാവ് ഉണ്ടാവുന്നത്, അതിൻ്റെ പ്രത്യേകത അതിൻ്റെ എല്ലാ അംശങ്ങളിലും ഉണ്ടാവും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിനാണ് എന്തുണ്ടാവുന്നത്? ഇസ്ലാമിക ജീവിതം ഉണ്ടാവുന്നത്. ഇസ്ലാമിക ജീവിതത്തിൻ്റെ ആദർശപരമായ അടിത്തറയാണ്, അതിൻ്റെ കാമ്പാണ്, അതിൻ്റെ വിത്താണ്, അതിൻ്റെ കാതലാണ്, അതിൻ്റെ ന്യൂക്ലിയസാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അതിൽ നിന്നാണ് ഇസ്ലാമിക ജീവിതം രൂപപ്പെടുന്നത് എന്നർത്ഥം. അപ്പോൾ സ്വാഭാവികമായും എന്താണ് ഇതിന് താല്പര്യം? നമുക്ക് ഒന്നാമതായി ആരാധനാ രംഗത്ത് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം എന്ന് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു അല്ലാതൊരു ഇലാഹില്ല. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? നമുക്കറിയാം, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള അറിവ്, അല്ലെങ്കിൽ അഭൗതികമായ അറിവ്, അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ലോകത്ത് നാളെ എന്തൊക്കെ സംഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, നമുക്കാർക്കും അറിയുകയില്ല. കൊറോണ വരുന്നതിന് മുമ്പ് കൊറോണ വരുമെന്ന് ലോകത്താർക്കും മനസ്സിലായില്ല. സുനാമി വരുന്നതിന് മുമ്പ് സുനാമി ഉണ്ടാകുമെന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അറിവ്, ഭാവിയെക്കുറിച്ചുള്ള അറിവ് ആർക്കേ അറിവ്? അള്ളാഹുവിനുള്ളൂ. അതുകൊണ്ട് ഉൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്, പറയുക ആകാശഭൂമികളിൽ ഗൈബ്, അഭൗതികമായ അറിവ്, കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അറിവ് അള്ളാഹുവിനല്ലാതെ ആർക്കുമില്ല. പ്രവാചകന്മാർ പറയാൻ കൽപ്പിക്കപ്പെട്ടു, വലാ അഖൂലക്കും ഇന്ദി ഖസായിനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ, അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ വശമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എനിക്ക് ഗൈബ്, അഭൗതിക കാര്യം, അഭൗതികമായ അറിവ് ഉണ്ട് എന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അതിനാൽ ഗൈബ്, അഭൗതികമായ അറിവ് അള്ളാഹുവിനല്ലാതെ ലോകത്താർക്കുമില്ല. അപ്രകാരം തന്നെയാണ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ഗുണമോ ദോഷമോ ചെയ്യുവാൻ അള്ളാഹുവിനല്ലാതെ ആർക്കും സാധ്യമല്ല. ഒരു തലവേദന നൽകാൻ, ഒരു വയറുവേദന നൽകാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കൂ, ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നു, ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. എതിർ സ്ഥാനാർത്ഥിക്ക് മിണ്ടാൻ വയ്യാത്ത രോഗം, അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിക്ക് വരട്ടി ചൊറി, ഇത് നൽകാൻ ആർക്കെങ്കിലും കഴിയുമോ? നമ്മുടെ രാജ്യത്ത് തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ വലിയ വർഗീയ ഫാസിസ്റ്റുകളുണ്ട്, അവർക്ക് നേതൃത്വം നൽകുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു വരട്ടി ചൊറിയാൻ നൽകാൻ കഴിയുമോ? ആർക്കും അങ്ങനെ മറ്റൊരാൾക്കും കാര്യകാരണ ബന്ധത്തിനപ്പുറം ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയുകയില്ല. കഴിയുമായിരുന്നെങ്കിൽ യുദ്ധം വേണ്ടി വരില്ല, തെരഞ്ഞെടുപ്പ് വേണ്ടി വരില്ല, ഒന്നും ചെയ്യേണ്ടി വരില്ല, എല്ലാം അതുവഴി നിർവഹിക്കാൻ കഴിയും. അപ്പോൾ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അറിവോ കഴിവോ അള്ളാഹുവിനല്ലാതെ ലോകത്തൊരാൾക്കുമില്ല.
പക്ഷേ സമൂഹത്തിൽ പലപ്പോഴും ഇക്കാര്യത്തിൽ അബദ്ധധാരണകൾ ഉണ്ടാവാറുണ്ട്. അള്ളാഹുവിൻ്റെ ചില പ്രത്യേകക്കാരുണ്ട്, അവർക്ക് സഹായിക്കാൻ കഴിയുമെന്ന് ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ആൾ അള്ളാഹു അഷ്റഫുൽ ഹൽക്കായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനിക്ക് പോലും സ്വന്തം സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹുവിനെതിരെ അപവാദ ആരോപണമുണ്ടായപ്പോൾ വഹി വരുന്നത് വരെ വസ്തുത മനസ്സിലായില്ലല്ലോ. മൂസ അലൈഹിസ്സലാം വടി നിരത്തിയിട്ടപ്പോൾ അത് പാമ്പാവുമായിരുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലായില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഭയപ്പെട്ടത്. അത് തിരിച്ചെടുക്കാൻ പറഞ്ഞത് വടി തന്നെയായി മാറുമെന്ന് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അറിവോ കഴിവോ അള്ളാഹുവിനല്ലാതെ ആർക്കുമില്ല. അതിനാൽ അവനോട് മാത്രമേ സഹായാർത്ഥന പാടുള്ളൂ, പ്രാർത്ഥന പാടുള്ളൂ, അവന് മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ, അവന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിനല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്, മറ്റാർക്കും നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത്, മറ്റാർക്കും പൂജാ പ്രാർത്ഥനകൾ നടത്തരുത്. അത് അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. ഇതാണ് ആരാധന രംഗത്തെ തൗഹീദ്. പക്ഷേ പല സമൂഹങ്ങളിലും ഇതിന് വ്യത്യസ്തമായ അവസ്ഥകളുള്ളതുകൊണ്ട് ഏതാണ്ട് എല്ലാ പ്രവാചകന്മാരും ഇതൂന്നി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ആ സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിരുന്നു ബഹുദൈവ വിശ്വാസവും ബഹുദൈവ ആരാധനയും. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതേ സംഭവം മക്കയിലുണ്ടായിരുന്നു. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിശുദ്ധ കഅബയിൽ തന്നെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുകയും അവ ആരാധിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു, യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എൻ്റെ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുക, അവനെ മാത്രം ആരാധിച്ചടിപ്പെട്ട് ജീവിക്കുക, അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല. ഖുർആൻ മക്കയിലെ ആരാധ്യ വസ്തുക്കളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അഫ്റായിത്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസത്തൽ ഉഖ്റ അലക്കുമുൽ ദക്കറ വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ലീസ. അവിടെ മുഖ്യ ആരാധ്യ വസ്തുക്കളെ വിളിച്ചുകൊണ്ട് അവയുടെ കഴിവുകേടുകളെ ദൗർബല്യങ്ങൾ ഖുർആൻ വിശദീകരിച്ചു. അവയെ വിളിച്ച് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ജീവിതത്തെ നിയന്ത്രിക്കുന്ന കേന്ദ്രബിന്ദുവായി അവയെ സ്വീകരിക്കാനോ പാടില്ല എന്ന് അവരെ പഠിപ്പിച്ചു. അപ്പോൾ ഇതാണ് ആരാധനാ രംഗത്തെ തൗഹീദ്. ഇതേതാണ്ട് സമൂഹത്തിൽ പല ആളുകൾക്കും ഇത് അറിയുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അംഗീകരിക്കുന്നവർ തന്നെ ജീവിതത്തിൻ്റെ മറ്റു പല മേഖലകളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് താല്പര്യമായ തൗഹീദ് മനസ്സിലാക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാറില്ല. ഉദാഹരണമായി സാമ്പത്തിക രംഗം. എന്താ സാമ്പത്തിക രംഗത്തെ തൗഹീദ്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാമ്പത്തിക രംഗത്തെ താല്പര്യം? സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്. അതെങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ സമ്പാദിക്കരുത്, എങ്ങനെ കൈവശം വെക്കണം, എങ്ങനെ കൈവശം വെക്കരുത്, എങ്ങനെ ചെലവഴിക്കാം, എങ്ങനെ ചെലവഴിക്കരുത്, ഇത് തീരുമാനിക്കാനുള്ള പരമാധികാരം ആർക്കാണ്? അള്ളാഹുവിന് മാത്രമാണ്. സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് എന്നതാണ് ഇസ്ലാമിക സാമ്പത്തിക ഘടനയുടെ അടിത്തറ. അതുകൊണ്ടാണ് ഖുർആൻ ഉടനീളം മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവസാനിപ്പിക്കാതെ ഒരിടത്ത് പറഞ്ഞു വാതൂഹും മിൻ മാലില്ലാഹി ലദി ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിൻ്റെ ധനം അവർക്ക് നൽകുക. അപ്പോൾ സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്. അതെങ്ങനെ സമ്പാദിക്കണം, സമ്പാദിക്കരുത്, കൈവശം വെക്കാം, കൈവശം വെക്കരുത്, ചെലവഴിക്കരുത് തീരുമാനിക്കാനുള്ള പരമാധികാരം അള്ളാഹുവിനാണ്. നമ്മൾ ദിനേന നന്നച്ചുരുങ്ങിയത് 17 തവണയെങ്കിലും ഇയ്യാക്ക നഅ്ബുദു, ഞങ്ങൾ നിനക്ക് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നു. ഖുർആൻ നമ്മോട് ചോദ്യം ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നു, ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ എന്നൊരു ചോദ്യം ഖുർആനുണ്ട്. എത്ര സ്ഥലത്ത് ഈ ചോദ്യമുണ്ട്? ഖുർആൻ 3 സ്ഥലത്തെ ഈ ചോദ്യമുള്ളൂ. അതിൽ ഒന്ന് ആരാധനയാണ്, 2 ആഹാരമാണ്. ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽഖമരി ഫസ്ജുദൂ ലില്ലാഹി ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യരുത്, അവയെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ സുജൂദ് ചെയ്യാവൂ. ഇത് ആരാധനാ കാര്യത്തെ പറഞ്ഞോണ്ട് ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന തൗഹീദ് അംഗീകരിച്ച മുവഹിദുകളാണെങ്കിൽ അള്ളാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യാവൂ, നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യാൻ പാടില്ല. ഇത് ആരാധനാ രംഗത്തെ പ്രശ്നമാണ്. പിന്നെ 2 സ്ഥലത്ത് കൂടി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ എന്നുണ്ട്. അതെവിടെയാണ്? ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, വിശ്വസിച്ചവരെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിന് ഉത്തമമായത് ഭക്ഷിക്കുക, അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക, നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ. 3-ാമത്തേത് എന്താണ്? ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബൻ വഷ്കുറൂ നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിന് ഹലാലായ ത്വയ്യിബായ ഉത്തമമായ അനുവദനീയമായ ഭക്ഷണം മാത്രം കഴിക്കാം.
അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. നിങ്ങൾ അവന് ഇബാദത്ത് ചെയ്യുന്ന തൗഹീദ് അംഗീകരിച്ചവരാണെങ്കിൽ, അപ്പോൾ തൗഹീദ് അംഗീകരിച്ച മുവഹിദുകളാണെങ്കിൽ, ഏകദൈവ വിശ്വാസം അംഗീകരിച്ച, ഏകദൈവ ആരാധന അംഗീകരിച്ച ഏകദൈവ വിശ്വാസികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഉത്തമമായ ആഹാരം മാത്രം ഭക്ഷിക്കുക. നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ, 2 ആഹാരമാണ്, 1 ആരാധനയാണ്. ഇനി വിശുദ്ധ ഖുർആനിൽ മുഴുവൻ പ്രവാചകന്മാരും സംബോധന ചെയ്തുകൊണ്ട് യാ അയ്യുഹ റസൂൽ എത്ര സ്ഥലത്തുണ്ട്? യാ അയ്യുഹ റസൂൽ ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ. ഒറ്റ സ്ഥലത്ത് മാത്രമേ ഖുർആനിൽ യാ അയ്യുഹ റസൂൽ എന്ന് മുഴുവൻ പ്രവാചകന്മാരെ സംബോധന ചെയ്തുകൊണ്ടുള്ളൂ. അത് വിളിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? യാ അയ്യുഹ റസൂൽ കുലൂ മിനത് ത്വയ്യിബാത്തി വഅമലൂ സാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. മുഴുവൻ പ്രവാചകന്മാർ പറഞ്ഞു, നിങ്ങൾ ഉത്തമമായത് ഭക്ഷിക്കുക, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക. യാ അയ്യുഹ റസൂൽ കുലൂ മിനത് ത്വയ്യിബാത്തി വഅമലൂ സാലിഹൻ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന എല്ലാം അറിയുന്നവനാണ് അള്ളാഹു, കാണുന്നവനാണ് അള്ളാഹു. അപ്പോൾ അങ്ങനെയാണ്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാർക്കും നൽകിയ നിർദ്ദേശമാണ് ഉത്തമമായത് മാത്രമേ ഭക്ഷിക്കാവൂ, അനുവദനീയമായത് മാത്രമേ ഭക്ഷിക്കാവൂ. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്നർത്ഥം. നമുക്കറിയാം 6-7 ജനസമുദായങ്ങൾ പ്രവാചകന്മാരെ ധിക്കരിച്ചതിന് പേരിൽ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി സമൂലം നശിപ്പിക്കപ്പെട്ടു. അതിൽ 3 സമൂഹവും സാമ്പത്തിക കുറ്റവാളികളായിരുന്നു. ഹൂദ് അലൈഹിസ്സലാം ആദ് സമുദായത്തിലേക്ക് നിയോഗിതരായി. എന്തായിരുന്നു ഹൂദ് അലൈഹിസ്സലാമയുടെ തിന്മകളിൽ ഒന്ന്? പല തിന്മകളുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമായ ഒരു നശിപ്പിക്കപ്പെടാൻ കാരണമായ തിന്മ എന്തായിരുന്നു? അവർ മലമുകളിൽ പടുകൂറ്റൻ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അഹങ്കരിക്കുന്നവരായിരുന്നു. സമ്പത്ത് ചെലവഴിക്കുന്നതിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശം പാലിക്കാത്തവരായിരുന്നു. അഹങ്കാരത്തോടെ അവർ വലിയ കൊട്ടാരങ്ങളുണ്ടാക്കി. അത് അവരോട് ചോദിച്ചു, അത്തബ്നൂന ബികുല്ലി റീഇൻ ആയത്തൻ തബ്സൂൻ, നിങ്ങൾ അനാവശ്യമായി ദൃഷ്ടാന്തമായി വലിയ വീടുകൾ ഉണ്ടാക്കി പൊങ്ങച്ച നടിക്കുകയാണോ ചെയ്യുന്നത്? അത് അവസാനിപ്പിക്കണമെന്നോ? അവർ സ്വീകരിച്ചില്ല. അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമായ ഒരു സമൂഹം നശിപ്പിക്കപ്പെട്ടു. മറ്റൊന്ന് സമൂദ് ഗോത്രം. അവരിലേക്ക് നിയോഗിതനായ പ്രവാചകൻ സ്വാലിഹ് അലൈഹിസ്സലാമാണ്. സ്വാലിഹ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഓ തൻഹിതൂന മിനൽ ജിബാലി ബുയൂത്തൻ ഫരീൻ, നിങ്ങൾ പാറകൾ, വലിയ പർവ്വതങ്ങളിൽ താഴ്വാരങ്ങളിൽ പാറകൾ തുറന്ന് വീടുണ്ടാക്കി പൊങ്ങച്ച നടിക്കുകയാണ് ചെയ്തത്. ആ ജനസമുദായത്തിൻ്റെ അവശിഷ്ടം ഇന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുമാറി ഉണ്ട്. എവിടെയെന്നറിയാമോ? മദീനയിൽ നിന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ യാത്ര ചെയ്താൽ, 5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമുണ്ട്. മദായിനു സ്വാലി എന്ന സ്ഥലത്ത് അറിയപ്പെടും. അവിടെ ഇപ്പോഴും സമൂദ് ഗോത്രത്തിൻ്റെ ചരിത്രാവശിഷ്ടങ്ങൾ സമൂഹത്തിന് പാഠമെന്ന നിലയിൽ, ജനങ്ങൾക്ക് പാഠമെന്ന നിലയിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. അവരുണ്ടാക്കിയിരുന്ന വലിയ പാറകൾ തുറന്നുണ്ടാക്കിയ വീടുകൾ അവർ സ്വീകരിച്ചില്ല. അവരും അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി ശിക്ഷിക്കപ്പെട്ടു. അത് ഖുർആൻ തന്നെ പറയുന്നതിന്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദ് അല്ലത്തി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദല്ലദീന ജാബുസ്സുഖ്റ ബിൽ വാദ്. എന്താ ഖുർആൻ പറഞ്ഞത്? വലിയ സൗധങ്ങളുണ്ടാക്കിയിരുന്ന ഇറം ഗോത്രത്തെക്കുറിച്ച് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അള്ളാഹു അവരെന്താണ് ചെയ്തതെന്ന്? അവർ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നവരായിരുന്നു, വലിയ സ്തംഭങ്ങളും സൗധങ്ങളും ഉണ്ടാക്കുന്നവരായിരുന്നു. മാത്രമല്ല, സമൂദല്ലദീന ജാബുസ്സുഖ്റ ബിൽ വാദ്, താഴ്വാരങ്ങളിൽ പാറകൾ തുറന്ന് വീടുണ്ടാക്കിയ സമൂദ് ഗോത്രത്തിൻ്റെ നാഥൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? പിന്നെ പറയുന്നുണ്ട്, ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, ശിക്ഷയുടെ ചാട്ടവാർ അവരുടെ മേൽ കൊണ്ടുപോയി ഒഴുക്കിയായിരുന്നു എന്ന്. അപ്പോൾ സമൂലം ശിക്ഷിക്കപ്പെട്ട 3 സമൂഹങ്ങളിൽ ആദ് സമൂഹവും സമൂദ് ഗോത്രവും സമ്പത്ത് ചെലവഴിക്കുന്നതിൽ അള്ളാഹുവിന് ശരീഅത്ത്, അവൻ്റെ നിയമവ്യവസ്ഥ പാലിച്ചില്ല. അഹങ്കാരത്തോടെ അത് ചെയ്തു, അവരെ അള്ളാഹു ശിക്ഷിച്ചു. പിന്നെ ഇനി സമ്പാദിക്കുന്നതിൽ കൃത്രിമം കാണിച്ച സമൂഹമുണ്ട്. അത് ഷുഐബ് അലൈഹിസ്സലാമയുടെ മദിയൻ സമൂഹമാണ്. ഇന്നത്തെ വലിയ അഴിമതിയൊന്നുമല്ല, ചെറിയ ചില അഴിമതികൾ വർദ്ധിച്ചു. 10 ലിറ്റർ അളന്നു കൊടുക്കുന്നതിന് പകരം ഒരു 9 ലിറ്റർ അളന്നു കൊടുത്തു. 11 കിലോ തൂക്കിയെടുക്കുന്നതിന് പകരം 12 കിലോ തൂക്കിയെടുത്തു വിചാരിച്ചോളൂ. അതാ ചെറിയൊരു അളത്തെത്തും തൂക്കത്തൊരു കൃത്രിമമാണ്. ഇന്നതിന് അഴിമതി എന്ന് പറയുക പോലുമില്ല, അത്ര ലഘുവാണ്, നിസ്സാരമാണത്. പക്ഷെ അവരിലേക്ക് നിയോഗിതനായ പ്രവാചകനായ ഷുഐബ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, യാ ഖൗമി ഇബ്ദുല്ലാഹ്, എൻ്റെ സമൂഹമായി നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക. മാലക്കും മിന്നായൂർ, അവനല്ലാ നിങ്ങൾക്കൊരു ഇലാഹില്ല എന്ന് പറഞ്ഞ അവരോട് പറഞ്ഞു, വൗഫുൽ കൈല വലാ തകൂനു മിനൽ മുഫ്സിദീൻ വസ്നൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം വലാ തബ്ഖസു നാസ അശ്യാഉ വലാ തൻസു ഫിൽ മുഫ്സിദീൻ. നിങ്ങൾ അളന്നെടുക്കുക, വൗഫുൽ കൈല, നിങ്ങൾ തൂക്കം അളന്നു കൊടുക്കുമ്പോൾ നിങ്ങൾ പൂർത്തീകരിക്കുക, തൂക്കത്തിൽ കൃത്രിമം കാണിക്കാതിരിക്കുക, ആളുകളെ പറ്റിക്കാതിരിക്കുക, ചതിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക. അവർ സ്വീകരിച്ചില്ല.
സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവർ ധിക്കരിച്ചു പ്രവാചകനെ. അതിന് പേരിൽ അവരും സമൂലമായി ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ 3 സമൂഹങ്ങളിൽ 2 കൂട്ടർ സമ്പത്ത് ചെലവഴിക്കുന്നതിലും ഒരു ജന സമ്പാദിക്കുന്നതിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് അവൻ്റെ പരമാധികാരം അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ സമൂലം ശിക്ഷിക്കപ്പെട്ടു. ഭൂമിയിൽ പരലോകത്തെ ശിക്ഷ കാത്തിരിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ ഓർത്ത് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ്റെ കഥ പറയുമ്പോൾ ഖുർആൻ പറഞ്ഞ അഹ്സനുൽ ഖസസ് എന്ന കഥകളിൽ വെച്ച് ഏറ്റവും നല്ല കഥ എന്ന അത് യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ കഥയാണ്. വളരെ കൃത്യമായി വളരെ ചരിത്രപരമായ കാലഗണന അനുസരിച്ച് പറഞ്ഞ ഒരേ ഒരു ഖുർആനിലെ ഒരു അധ്യായവും അതുതന്നെയാണ്. ആ പ്രവാചകൻ അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാം എന്താണ് ഭൂമിയിൽ നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യങ്ങളിൽ ഒന്ന്? തീർച്ചയായും ബഹുദൈവ ആരാധനക്കെതിരെ ശക്തമായി ജയിലിൽ വെച്ച് തന്നെ പ്രബോധനം ചെയ്തു. അർബാബും മുത്തഫരിഖൂന ഖൈറും അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്ന് തൻ്റെ ജയിൽ കൂട്ടുകാരോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഈജിപ്തിൽ വെച്ച് നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു? അതിലൊന്ന് 7 കൊല്ലത്തെ വരാനിരിക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി 7 കൊല്ലത്തെ ധാന്യം ശേഖരിച്ച് വെക്കാൻ ആ സമൂഹത്തെ പഠിപ്പിക്കുകയും ചുമതലപ്പെടുത്തുകയും ചെയ്തു. തനിക്ക് അധികാരം ഏറ്റെടുക്കാൻ പോകുമ്പോൾ പറഞ്ഞു തന്നെ വജൽനിയല ഹസായിനി അൽ ഇന്നി അഫീദുൻ അലീമെന്നാണ്. ജയിലിൽ നിന്ന് പുറത്ത് വന്നിട്ട് തനിക്ക് ആദ്യമായി തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ അവസരം കിട്ടുമ്പോൾ പറയുന്നത് ഭൂമിയുടെ ഖജനാവുകളുടെ ചുമതല എന്നെ ഏൽപ്പിക്കൂ, ഞാൻ ഹഫീദാണ് അലീമാണ് എന്നാണ്. ആ പ്രവാചകൻ അഥവാ യൂസുഫ് അലൈഹിസ്സലാം ഭൂമിയിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് ഒരു രാജ്യത്തെ 7 കൊല്ലം വരാനിരിക്കുന്ന പട്ടിണി രക്ഷപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, അത് സാമ്പത്തിക രംഗത്ത് എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ സമ്പാദിക്കരുത്, എങ്ങനെ കൈവശം വെക്കണം, എങ്ങനെ കൈവശം വെക്കരുത്, എങ്ങനെ ചെലവഴിക്കാൻ തീരുമാനിക്കാനുള്ള പരമാധികാരം അള്ളാഹുവിനാണ്. അതുകൊണ്ടാണ് 5 വക്ത് നമസ്കാരം, സമയനിർണിതമായ 5 വക്ത് നമസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പാണ് സാമ്പത്തിക രംഗത്തെ നിർദ്ദേശം അള്ളാഹു നൽകിയത്. അതിനെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു, വൈലുൽ മുത്തഫിഫീൻ അല്ലെങ്കിൽ എതിർത്താലും അന്നാസ് യസ്തോഫൂൻ ഒയ്താ കാലും അവസനും യുക്സറൂൻ. ഈ ആയത്ത് അവതീർണമാകുമ്പോൾ 5 നേരത്തെ സമയനിർണീതമായ നമസ്കാരമില്ല. ഇനി നിങ്ങൾ ഓർത്ത് നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദീർഘമായ ആയത്ത് എന്താണ്? അത് സാമ്പത്തുമായി ബന്ധപ്പെട്ട കടം കൊടുക്കുക, എഴുതി വെക്കുക. സൂറത്തുദ്ദൈൻ എന്നാണ് ആയത്തുദ്ദൈൻ, കടവുമായി ബന്ധപ്പെട്ട ആയത്ത് എന്നാണ് അതിന് പേര് തന്നെ. ഏറ്റവും ദീർഘമായ ആയത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ട കടം കൊടുക്കുന്ന എഴുതി വെക്കുന്ന സാക്ഷികളുമായി ബന്ധപ്പെട്ടതാണെന്നർത്ഥം. ഇനി നിങ്ങൾ ഓർത്ത് നോക്കൂ, അനന്തരാവകാശ നിയമത്തിൻ്റെ സൂക്ഷ്മങ്ങളായ കാര്യങ്ങൾ ഖുർആനിലുണ്ടല്ലോ. അതേസമയം നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണമുണ്ടോ? സുജൂദിൻ്റെ വിശദീകരണമുണ്ടോ? സുബഹി 2 റക്അത്ത്, ദുഹർ 4 റക്അത്ത്, അസർ 4 റക്അത്ത്, മഗ്രിബ് 3 റക്അത്ത് ഉണ്ടോ? ഇല്ല. എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത് ഖുർആനിലുണ്ടോ? എങ്ങനെയാണ് റുക്കൂ എന്ന ഖുർആനിലുണ്ടോ? ഇല്ല. അതേ സമയത്ത് അനന്തരാവകാശത്തിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങളുണ്ടായ ശേഷം ഇത് അള്ളാഹുവിൻ്റെ വിധികളാണ്, അത് നിങ്ങൾ പാലിക്കണമെന്ന് ശക്തിയായി താക്കീത് ചെയ്തു. അപ്പോൾ അത് കൃത്യമായി വിശുദ്ധ പലിശയെപ്പറ്റി പറഞ്ഞു, എല്ലാറ്റിനെക്കുറിച്ചും ഖുർആൻ പറഞ്ഞു. ആ സമ്പത്തിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു. പറയാനുള്ള കാരണം എന്താണ്? സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരാവകാശം അള്ളാഹുവിനാണ്, അള്ളാഹു പഠിപ്പിക്കുകയുണ്ടായി എന്നർത്ഥം. ഇതാണ് സാമ്പത്തിക രംഗത്തെ തൗഹീദ്. അത് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യം പോലും ഗുരുതരമായാണ് പറഞ്ഞത്. എത്രത്തോളം വെച്ചാൽ സമ്പത്ത് ഹലാലല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല, ഹജ്ജ് സ്വീകരിക്കില്ല. ഒരു മനുഷ്യയെക്കുറിച്ച് നബി തിരുമേനി പറഞ്ഞ് അയാൾ ഇങ്ങനെ 2 കൈ ഉയർത്തി യാ റബ്ബി യാ റബ്ബി യാ റബ്ബി എന്ന് പറയുന്നു. അന്നാ യുസ്തജാബു ഹാദാ, എങ്ങനെ ഉത്തരം കിട്ടാനാണ്? തിന്നുന്ന മക്കളു ഹറാം, മഷ്റബ് ഹറാം, തിന്നോ കുടിക്കുന്നോ ഹറാം, വസ്ത്രം ധര ഹറാം, വളർത്തപ്പെട്ട ഹറാമിൽ സ്വീകരിക്കുകയില്ല പ്രാർത്ഥനകളൊന്നും എന്നാണ് പറയുന്നത്. അത്രയേറെ മർമ്മപ്രധാനമാണ് സാമ്പത്തിക കാര്യം. അത് തൗഹീദും ശിർക്കുമായി ഇങ്ങനെ ബന്ധപ്പെട്ടു. അപ്പോൾ ചിലർ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ പലിശ വാങ്ങൽ ഹറാമാണോ ഷിർക്കാണോ? കൈക്കൂലി വാങ്ങൽ ഹറാമാണോ ഷിർക്കാണോ? അത് ഹറാമല്ലേ ആകുള്ളൂ, അതെങ്ങനെ ഷിർക്കാകാം? ഹറാമാവുന്ന സന്ദർഭമുണ്ട്, ഷിർക്കാവുന്ന സന്ദർഭമുണ്ട്. സ്വത്ത് എൻ്റേതാണ്, എൻ്റെ ഇഷ്ടം പോലെ സമ്പാദിക്കും, ഇഷ്ടം പോലെ കൈവശം വെക്കും, ഇഷ്ടം പോലെ ചെലവഴിക്കും എന്ന വിശ്വാസത്തോടു കൂടി ചെയ്താൽ ഷിർക്കാണ്. അഥവാ അതിനെ നിശ്ചയിക്കുന്ന എന്താണ്? എന്താണ് ഇതിൻ്റെ പിന്നിൽ? അതിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അതിൻ്റെ വിശ്വാസം എന്താണ് എന്നാണ്. സ്വത്ത് എൻ്റേതാണ്, ഞാൻ ഇഷ്ടം പോലെ സമ്പാദിക്കും, ഇഷ്ടം പോലെ കൈവശം വെക്കും, ഇഷ്ടം പോലെ ചെലവഴിക്കും എന്ന വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അതായിരുന്നു മദിയൻ സമൂഹത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് പറഞ്ഞത് അസ്വലാത്തുക എന്നുണ്ട്, അസ്വലവാത്തുക എന്ന 2 പറയാനുണ്ട്. അസ്വലവാത്തുക തേമുറുക്കാൻ നെത്തുറുക്കമായ ഷുഐബേ,
നിൻ്റെ നമസ്കാരമാണോ ഞങ്ങളുടെ പൂർവികന്മാർ ആരാധിച്ചിരുന്നവൻ ഞങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്നും ഞങ്ങളെ സ്വത്ത് ഞങ്ങളെ ഇഷ്ടം പോലെ ഞങ്ങൾ ചെലവഴിക്കാൻ പാടില്ല എന്നും നിന്നോട് പറയുന്നത്. വളരെ വ്യക്തമാണ്. രണ്ട് ഷിർക്ക്, ഒന്ന് ആരാധന രംഗത്തെ ഷിർക്ക്, മറ്റേ സാമ്പത്തിക രംഗത്തെ ഷിർക്ക്. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഞാൻ ഈ ചുമരിൽ പാമ്പിൻ്റെ ചിത്രം വരച്ചാൽ അതൊരു കേവലം ചിത്രമാണ്. പക്ഷേ ഞാൻ നാഗദേവതയെ പ്രതിനിധീകരിച്ച ഒരു ചിത്രം വരച്ചാലോ അത് ഷിർക്കാണ്. ഞാൻ വീട്ടിൻ്റെ മുന്നിൽ ഒരു കല്ല് കുഴിച്ചിട്ടാൽ അത് കേവലം ഒരു കല്ലാണ്. അതേസമയം അതൊരു പ്രതിമയോ പ്രതിഷ്ഠയോ ആണെങ്കിലോ അത് ഷിർക്കാണ്. മനസ്സിലായല്ലോ? അതുപോലെ പലിശ എന്ന് സാധാരണ ഹറാമാണ്. പക്ഷേ സ്വത്ത് എൻ്റേത് ഇഷ്ടം പോലെ സമ്പാദിക്കുമെന്ന് വിശ്വസിച്ച് വാങ്ങിയാൽ, കൈക്കൂലി വാങ്ങിയാലും പലിശ വാങ്ങിയാലും ഷിർക്കാണ്. ഇതാണ് വ്യത്യാസം. ഇനി കുടുംബജീവിതത്തിലേക്ക് ഒന്ന് നോക്കൂ. എന്താണ് കുടുംബജീവിതം? ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? എൻ്റെ കുടുംബിനിയോടും കുട്ടികളോടും എങ്ങനെയാണ് പെരുമാറേണ്ടത്? എൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട് സഹോദരന്മാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇത് തീരുമാനിക്കാനുള്ള പരമാധികാരം അള്ളാഹുവിനാണ്. കുടുംബം എന്ന് അതുകൊണ്ട് തന്നെ ഒരു ദൈവിക സ്ഥാപനമാണ്. അള്ളാഹു സുബ്ഹാനഹു സ്വന്തം പേരാണ് കുടുംബത്തിന് നൽകിയത്. ഉമ്മയുടെ ഗർഭാശയത്തിന് നൽകിയത് അള്ളാഹിൻ്റെ പേരാ, റഹ്മ്. ഉമ്മയുടെ ഗർഭാശയത്തിന് നൽകിയ പേര് റഹ്മ്, കുടുംബത്തിന് നൽകിയ പേര് റഹ്മ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, സിംഹാസനവുമായാണ് റഹ്മ് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് 5 നേരത്തെ നിർബന്ധ നമസ്കാരം, സമയനിശ്ചിതമായ നമസ്കാരം നിശ്ചയിക്കപ്പെടുന്നതിന് മുമ്പാണ് മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു ബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. പിന്നെ ആയത്ത് ദീർഘമായി പോകുന്നുണ്ട്. അത് വസൈനൽ ഇൻസാനി ബിവാലിദൈഹി ഹമലത്തു ഉമ്മുഹു അന്നലാ വനിയ ഫിസാലു ഫി ആമൈൻ അനിഷ്കുൽ ലീ വലിവാലിദൈക. അള്ളാഹ്ക്ക് അന്യാണിക്കുക, മാതാപിതാക്കൾക്ക് അന്യാണിക്കുക. അള്ളാഹു വെച്ചിരിക്കുന്നു, അവന് മാത്രമേ വഴിപ്പെട്ട് ജീവിക്കാവൂ. മാതാപിതാക്കൾ നല്ല രീതിയിൽ വർത്തിക്കണം. മാതാപിതാക്കളുടെ നിലപാട് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാതെ എൻ്റെ അമ്മാനോടും ഉപ്പാനോടും എനിക്ക് തോന്നിയ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ശിർക്കാം. അത് പറ്റൂല. നിൻ്റെ ഉമ്മയോടും നിനപ്പയോടും എങ്ങനെ പെരുമാറണം, എന്തായിരിക്കണം സമീപനം തീരുമാനിക്കാൻ അധികാരം അള്ളാഹുവിനാണ്. അവനെ പഠിപ്പിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എൻ്റേതാണ് ഉമ്മി, ഞാൻ ചെയ്തോളാം, എനിക്കിഷ്ടമുള്ള തീരുമാനിച്ചോളാം പറയാൻ പറ്റില്ല. എൻ്റെ കുടുംബിയാണ്, എൻ്റെ കുട്ടികളാണ്, ഞാൻ തോന്നിയ പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിരുന്ന അറബികൾ അതുകൊണ്ട് പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചു മൂടിയിരുന്നു. അവിടെ ഇടപെട്ട് ഖുർആൻ കുതിരത്തെന്ന് ചോദിച്ചു. സ്വന്തം കുഞ്ഞുങ്ങളെ ദാരിദ്ര്യം ഭയന്ന് കൊന്നിരുന്നു. അവിടെ പറഞ്ഞ ഒലാത്തക്കുലു ഔലാദക്കും ഹഷ്യത്തെ ഇംലാഖ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ഒറ്റ കാര്യമാണ്, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം അല്ലാഹുവിനാണ്. അതുകൊണ്ട് വിശദമായി പഠിപ്പിച്ചു. സ്ത്രീ പുരുഷ ബന്ധം വിവിധമായിരിക്കണം, അത് വിവാഹത്തിലൂടെ മാത്രമേ ദാമ്പത്യബന്ധം പാടുള്ളൂ എന്ന് പഠിപ്പിച്ചു. കണിശമായ അതിൽ നിയമങ്ങൾ നൽകി. വിവാഹമോചനത്തെ പറ്റിയൊരു അധ്യായമുണ്ട്, ത്വലാഖ് എന്നൊരു അധ്യായമുണ്ട്. അതിന് വ്യവസ്ഥ പറഞ്ഞ ശേഷം ഒത്തിരിക്ക ഹുദൂദുല്ലാഹ്, അള്ളാഹു നിശ്ചയിച്ച പരിധിയാണ്. ആരെങ്കിലും അത് ലംഘിച്ചാൽ അവൻ കുറ്റക്കാരനാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. എത്രയെത്ര ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകി. ഇപ്പോൾ വിവാഹം, ദാമ്പത്യ ജീവിതം, കുടുംബം, വിവാഹമോചനം, ഇതെല്ലാം എவ்விதമായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു. കാരണം അത് എങ്ങനെയാണ് തീരുമാനിക്കാനുള്ള അധികാരം അല്ലാഹുവിനാണ്. ഇനി എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ആയിക്കോട്ടെ തൗഹീദും ശിർക്കും ഒരാൾക്കുണ്ടാകാം, നടത്തത്തിനുണ്ടാകാം. അതുകൊണ്ടല്ലേ ഖുർആൻ 4 നടത്തം പഠിപ്പിച്ചു. നടക്കാൻ ഹിന്ദുവും നടക്കും, മുസ്ലിമും നടക്കും, വിശ്വാസി നടക്കും, അവിശ്വാസി നടക്കും. എന്നിട്ട് എന്തിനാണ് 4 വിശുദ്ധമാണ് പഠിപ്പിച്ചത്, നടത്തം പഠിപ്പിച്ചത്? അതും നമസ്കാരത്തിൻ്റെ വിശദാംശങ്ങളില്ലാത്ത ഖുർആൻ 5 വക്ത് സമയനിർണിതമായ നമസ്കാരം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഖുർആൻ നടത്തം പഠിപ്പിച്ചു. കാരണം തൗഹീദിന് അർത്ഥമുണ്ട്, ഷിർക്കിന് അർത്ഥമുണ്ട്. എന്താ തൗഹീദിന് അർത്ഥം? അത് അള്ളാഹുവിൻ്റെ ദാസനാണ് ഞാൻ എന്ന ബോധത്തോടുള്ള വിനയത്തോടുള്ള അർത്ഥമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു, ഒക്സുദീ ഫീ മശീക, നീ നടത്തത്തെ മിതത്വം പാലിക്കുക, വലാ തംശി ഫിൽ അർദി മർഹ, അഹങ്കാരത്തോട് നടക്കരുത്. മറ്റൊരു സ്ഥലത്ത് രൂക്ഷമായി പരിഹരിച്ചു സൂറത്തുൽ ഇസ്രായിൽ, വലാ തംശി ഫിൽ അർദി മർഹ ഇന്നക ലൻ തഖ്രിഖൽ അർദ വലൻ തബുലുൽ ജിബാല തൂല. നീ ഭൂമിയിൽ വിനയത്തോടെ നടക്കൂ. നീ തല എത്ര ഉയർത്തി നടന്നാലും ആകാശത്തോളം മലയോളം നിൻ്റെ തല ഉയരൂല. അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിമകളെ കുറിച്ച് പറഞ്ഞു, അത് നടക്കുമ്പോൾ അവർ മിതത്വം പാലിക്കും. അവർ എന്തായാലും പൊങ്ങച്ചം കാണിക്കുകയില്ല. ഒയ്താ മറു ബില്ലായി മറു കിറാമ, മാന്യമായിട്ട് അവർ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന ഒറ്റ കാര്യമാണ് നടത്തത്തിൽ. ഇനി ശിർക്ക് നടത്തോ,
കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർറാഹു ഇസ്തഗ്നാ. തനിക്ക് താൻ പോന്നവനാണ്, എന്നെ ആരും നിയന്ത്രിക്കേണ്ട. നിങ്ങളെ പടച്ചോനും വേണ്ട, നിങ്ങളെ പ്രവാചകനും വേണ്ട, നിങ്ങളെ ഖുർആനും വേണ്ട, നിങ്ങളെ സുന്നത്തും വേണ്ട. ഞാൻ എനിക്ക് തോന്നിയ പോലെ നടക്കും, തോന്നിയ പോലെ ജീവിക്കുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അതാണ് ദേഹേച്ഛ ദൈവമാക്കുക. അറൈത്ത മനിത്തഹദിലാഹ് അഫറൈത്ത മനിത്തഹദിലാഹ്. സ്വന്തം ദേഹേച്ഛ ദൈവമാക്കിയവൻ. തിന്നാൻ തോന്നുമൊക്കെ തിന്നാം, കുടിക്കാൻ തോന്നുമൊക്കെ കുടിക്കാം, പറയാൻ തോന്നിയെല്ലാം പറയാം, ചെയ്യാൻ തോന്നിയെല്ലാം ചെയ്യാം. അങ്ങനെ സ്വന്തം ഇച്ഛയെ ദൈവമാക്കിയവനാണവൻ. താൻ തോന്നിയെന്ന് മലയാളത്തിൽ നമ്മൾ പറയും. അവനെക്കുറിച്ച് ആ ഖുർആൻ പറഞ്ഞത് സ്വന്തം ഇച്ഛയെ ദൈവമാക്കിയവൻ, ഇലാഹാക്കിയവൻ. ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ ഹവയെ അനുസരിച്ച് അവയ്ക്ക് വിധേയമായി ജീവിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ഹവയെ ദൈവമാക്കുന്നവരാണ്, ദേഹേച്ഛയെ ദൈവമാക്കുന്നവരാണ് എന്നർത്ഥം. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും തൗഹീദുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇനി രാഷ്ട്രീയമോ? അവിടെയാണോ ചിലപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ വരാറുള്ളതാണ്. അത് മനസ്സിലാക്കേണ്ട വസ്തുത ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്നത്. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്ത് കണ്ട്? ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഗൾഫ് നാടുകളിലും ഇസ്ലാം ഒന്നും ഇല്ല, എന്നാലും ഇക്കാര്യത്തിലുണ്ട്. ഔക്കാഫ് മിനിസ്ട്രിയാണ് അവിടെ അത് നിശ്ചയിക്കുക. ആരാണ് ഹുത്ബ നടത്തേണ്ടത്? ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഖലീഫയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയായ ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന അവരുടെ പ്രതിനിധികളാണ്. ആരാണ് സക്കാത്ത് ശേഖരിച്ച് വിതരണം? ഇസ്ലാമിക ഗവൺമെൻറ്റാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റാണ്, ഭരണകൂടമാണ് സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യേണ്ടത്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണകൂടമാണ് സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യേണ്ടതെന്നർത്ഥം. ആരാണ് മാസപ്രവൃത്തി നിശ്ചയിക്കേണ്ടത്? റമദാൻ ഒന്ന് നിശ്ചയിക്കേണ്ടത്, പെരുന്നാൾ നിശ്ചയിക്കേണ്ടത് ആരാണ് ഹജ്ജ് നിശ്ചയിക്കേണ്ടത്? ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണകൂടമാണ് നിശ്ചയിക്കേണ്ടത്. അഥവാ ആരാധനാ കർമ്മങ്ങൾ അതിൻ്റെ പൂർണ്ണതയോടെ തികവോടെ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടമുണ്ട്. ഇല്ലാത്തപ്പോഴുള്ള ബദൽ സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ ഹിലാൽ കമ്മിറ്റിയും അല്ലെങ്കിൽ ഹിലാൽ കമ്മിറ്റിയും നമ്മുടെ നാട്ടിലാവുന്ന സക്കാത്ത് കമ്മിറ്റികളും സക്കാത്ത് ഫൗണ്ടേഷനും അതുപോലെ തന്നെ പള്ളി മഹല്ല് ജമാഅത്തുമൊക്കെ ഇതില്ലാത്തപ്പോഴുള്ള ബദൽ സംവിധാനമാണ്. അതുകൊണ്ടാണ് എപ്പോഴാ സക്കാത്തിന് ഉണ്ടാക്കിയത്? ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായ ശേഷം. എപ്പോഴാണ് ജുമ ഉണ്ടായത്? ഹിജറയ്ക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു ശേഷം ഹിജറയോട് സ്വന്തമായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം. എവിടെ വെച്ചാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട്? എവിടെ വെച്ചാ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത്? എല്ലാം ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടവും ഉണ്ടായ ശേഷമാണെന്നർത്ഥം. അതാണ് ഇസ്ലാമിക രാഷ്ട്രവും ഭരണവും സ്ഥാപിക്കാൻ ആവശ്യമായ സകലതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് ചെയ്തു. അവിടെ ചെന്ന് പ്രഖ്യാപിച്ചു, റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ നിങ്ങൾക്ക് അധീനപ്പെടുമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ പറഞ്ഞു, സന്ന മുതൽ ഹദ്റമൗത്ത് വരെ ഒരു യാത്രാ സംഘത്തിന് നിർഭയമായി സഞ്ചരിക്കാൻ കഴിയുമെന്ന്. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ കഅബയെടുത്താണ് വിശ്രമിക്കുകയാണ്. അപ്പോൾ അതാ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ തദൂലനാ, അള്ളാഹിൻ്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ഞങ്ങൾ കഷ്ടപ്പെടുന്നത് കാണാമല്ലോ, ഞങ്ങൾ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാവുന്നുവല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞ ഇല്ല എന്നും പറഞ്ഞില്ല. നിങ്ങൾക്കും ഒരു ജനതയുണ്ടായിരുന്നു, വലിയ കിടങ്ങുഴിച്ചതിൽ കൊണ്ടുവന്ന് ഈർച്ചവാൾ കൊണ്ട് ഈർന്ന് രണ്ടായി പകുത്ത് അവർ രണ്ടായി പകുത്ത് അവരെ വേർപ്പെടുത്തുമായിരുന്നു. ഇരുമ്പുകൊണ്ടുള്ള ചീർപ്പുകൊണ്ട് അവരുടെ ശരീരത്തിൽ എല്ലും മാംസവും വേർപ്പെടുത്തുമായിരുന്നു. പക്ഷെ അതൊന്നും അവരെ അവരുടെ ആദർശത്തിന് പിന്തിരിപ്പിച്ചില്ല. അതുകൊണ്ട് അള്ളാഹുവാണ് സത്യം, ഈ ദീൻ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് പൂർത്തിയായാൽ എന്താ സംഭവിക്കുക? ഹത്താ യസീറ റാക്കിമിൻ സന്നാ ഇലാ ഹദ്റമൗത്ത് വലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദിബലാ വനമിഹി. സ്വന്ന മുതൽ ഹദ്റമൗത്ത് വരെ യാത്രാ സംഘത്തിന് അള്ളാഹുവിനെയും തൻ്റെ ആടിനെ വേട്ടയാടുന്ന ചെന്നായുമല്ലാതെ ആരെയും പേടിക്കാതെ നിർഭയമായി യാത്ര ചെയ്യാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകും. ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടവും ഉണ്ടായാൽ എന്താ ഉണ്ടാകുക? ഹത്താ യസീറ റാക്കിമിൻ ഹിമാലയ കന്യാകുമാരി വലാ യഖാഫു ഇല്ലല്ലാഹു വദ്ദിബലാ വനമിഹി. ഹത്താ യസീറ മിൻ ജക്കാർത്ത ഇലാ വാഷിംഗ്ടൺ വലാ യഖാഫു ഇല്ലല്ലാഹു വദ്ദിബലാ വനമിഹി. അതാണ് ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിതമായാൽ ഉണ്ടാവുക. അപ്പോഴുണ്ടാവും ആര്? ബൗദ്ധ ആരാധകരുണ്ടാവും, ബൗദ്ധ വിശ്വാസികളുണ്ടാവും.
അതുകൊണ്ട് ആ ഖുർആൻ പ്രവാചകനോട് എന്ന് പറയുന്നുണ്ട്, എന്ത് വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫഅൻത തുക്രിഹു നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അള്ളാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിൽ അവനല്ല എല്ലാ ആളുകളും വിശ്വാസികളാവുമായിരുന്നു. പിന്നെ എന്തിനാണ് നീ അവരെ വിശ്വാസികളാണ് നിർബന്ധിക്കുന്നത്? അതിനാൽ ബഹുദൈവ വിശ്വാസികളും ബഹുദൈവ ആരാധകരുണ്ടാവും ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിതമായാലും. പിന്നെ എന്താ ഉണ്ടാവാതിരിക്കുക? അഴിമതി ഉണ്ടാവുകയില്ല, അക്രമം ഉണ്ടാവുകയില്ല, കൊലപാതകം ഉണ്ടാവുകയില്ല, വർഗീയത ഉണ്ടാവുകയില്ല, വംശീയത ഉണ്ടാവുകയില്ല, സ്വേച്ഛാധിപത്യം ഉണ്ടാവുകയില്ല, ഏകാധിപത്യം ഉണ്ടാവുകയില്ല, മർദ്ദനം ഉണ്ടാവുകയില്ല, പീഡനം ഉണ്ടാവുകയില്ല, അക്രമം ഉണ്ടാവുകയില്ല. പിന്നെ എന്താ ഉണ്ടാകുക? സുരക്ഷിതത്വം, സുഭിക്ഷത. സുരക്ഷിതത്വം, സുഭിക്ഷ. അതാണ് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഇ വആമനഹും മിൻ ഖൗഫ്. പേടിയും പട്ടിയുമില്ലാത്ത സമൂഹം, അതാണ് ഈ വ്യവസ്ഥ പുലർന്നാലുണ്ടാവുക. അപ്പോൾ ജീവിതത്തിന് മുഴുവൻ മേഖലകളെയും ഒന്നുപോലെ ചൂഴ്ന്നു നിൽക്കുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ഇവിധം ഈ ആദർശം ഉൾക്കൊള്ളുമ്പോഴാണ് തൗഹീദ് അതിൻ്റെ സമഗ്രതയോടെ പൂർണ്ണതയോടെ ഉൾക്കൊള്ളുക. പക്ഷേ പലരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ട്. ചില ഉമ്മമാർ വീട്ടിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറങ്ങിക്കോ മോനെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അത് താരാട്ട് പാട്ട് മാത്രമാണ്. അങ്ങാടിയിൽ വെച്ച് ഒരു കയ്യിൽ ഭിക്ഷാപാത്രവും മറുകയിൽ ഊന്നുവടിയുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലതും തരണമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം വളരെ ചെറുതാണ്. ഒരു രാഷ്ട്രീയക്കാരൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നുവെങ്കിൽ അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ്. അതേസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇസ്ലാം മുന്നോട്ട് വെച്ച മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ആദർശം എന്നത് സമൂലമായ മാറ്റമുണ്ടാക്കുന്ന, ജീവിതത്തെ അടിമുടി മാറ്റിപ്പണിയുന്ന വിപ്ലവാദർശമാണ്. ആ ആദർശം ഉൾക്കൊള്ളുമ്പോൾ അതുകൊണ്ടാണ് അല്ലാമ ഇക്ബാൽ പറഞ്ഞല്ലോ, മുല്ലയുടെ സുജൂദ്, മുല്ലയുടെ സുജൂദും വിപ്ലവകാരുടെ സുജൂദും രണ്ടാണ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വാക്യം അല്ലെങ്കിൽ പള്ളിയിൽ വെച്ചുണ്ടാകുന്ന മുല്ലയുടെ ബാങ്കും വിശ്വാസിയുടെ ബാങ്കും അല്ലെങ്കിൽ വിപ്ലവകാരുടെ ബാങ്കും രണ്ടാണ്. ഒരു സാഷ്ടാംഗം 1000 സാഷ്ടാംഗത്തെ മനുഷ്യ രക്ഷിക്കുമെന്ന് പറഞ്ഞത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണതയോടെ ഉൾക്കൊള്ളുമ്പോഴുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഉൾക്കൊണ്ടാലുള്ള പ്രത്യേകത എന്താണ്? അതാണ് ഒമാ ഖലഖ്തുൽ ഇൻസ വൽ ജിൻ, മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചു. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ജീവിതം മുഴുവനും പുണ്യകരമായി മാറും, പ്രതിഫലാർഹമായി മാറും, തൗഹീദിൽ കേന്ദ്രീകൃതമായി മാറും. ഇതാണ് ജമാഅത്തെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശത്തിൻ്റെ ആദ്യ പാതി. രണ്ടാമത്തെ പാതിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന്. അതെന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്താണ്? അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല ഇല്ലമൻ മിൻകും ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ ഇൻ കുൻതും തുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകൻ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കൾ അനുസരിക്കുക. നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടായാലും അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. മാ ആതാകും റസൂൽ ഫഖ്ദൂഹു മാ നഹാകും അൻഹു ഫൻതഹു. എന്തെന്നാണോ റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ മുറുകെ പിടിക്കുക, എന്താണ് വിലക്കിയത് നിങ്ങൾ ഉപേക്ഷിക്കുക. യജിദൂന മക്തൂബ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ യുഹില്ലു ലഹും അത്ത്-തയ്യിബാത്ത് വയഹ്രിമു അലൈഹിം അൽ-ഖബായിസ് വയദ്ഉ മിസ്റഹും അൽ-അഗ്ലാലത്തി കാനത് അലൈഹിം. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, ഹലാലായത് അനുവദിക്കുന്ന, ഖബായിസുകൾ നിഷിദ്ധമാക്കുന്ന, ആളുകളെ മുതുകളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന, ഭാരം ഇറക്കി വെക്കുന്ന, ചങ്ങലക്കെട്ട് അഴിച്ചു മാറ്റുന്ന വിമോചകനായ പ്രവാചകൻ. ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അനുസരിക്കുക എന്നതാണ്. അഥവാ നിരുപാധികമായി അള്ളാഹു ലഭിക്കുന്ന ബോധമനുസരിച്ചാണ് പ്രവാചകൻ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പ്രവാചകനെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കുക. ഒമൻ യുതീർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആര് പ്രവാചകനെ അനുസരിച്ചോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. അതിനാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ജീവിതത്തിന് എല്ലാ മേഖലയിലും അനുസരിക്കുക എന്നതാണ്. അവിടെ നമുക്ക് വിസ്മയകരമായ ഒരു വ്യക്തിത്വത്തെയാണ് പ്രവാചകൻ നമുക്ക് കാണാൻ കഴിയുക. നിങ്ങൾ ഓർത്തോക്കൂ, ലോകത്ത് ഒരുപാട് നേതാക്കളുണ്ട്, അവിടെ ജീവചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഗാന്ധിജിയെക്കുറിച്ച് നന്നായി പഠിച്ച് ജീവചരിത്രം മുഴുവൻ പഠിച്ചാലും ടോയ്ലറ്റിൽ പോകുമ്പോൾ ഗാന്ധി ഏത് കാലമാണ് ആദ്യം എടുത്ത് വെച്ചെന്ന് ആർക്കെങ്കിലും അറിയോ? കാർൽ മാർക്സിനെ കുറിച്ച് നന്നായി പഠിച്ച മാർക്സിസ്റ്റുകാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, മാർക്സ് ഏത് ഭാഗത്താണ് പല്ല് വെച്ചിരുന്നറിയോ? അതല്ലെങ്കിൽ നിങ്ങൾ ബർട്രാൻഡ് റസ്സൽ എന്ന മനുഷ്യാവകാശവാദിയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അദ്ദേഹം മുടിചീരുന്ന ഏത് ഭാഗത്തിനായിരുന്നു ആർക്കെങ്കിലും അറിയുമോ? ആർക്കും അറിയുകയില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തി അവിധം അനുധാവനം ചെയ്യാൻ നിർബന്ധമുള്ള ഒരു അനുയായികളും ആർക്കുമില്ല. അതേസമയം ഇന്ന് ലോകത്തിലെ 170 കോടി മനുഷ്യർ നേരം പുലർന്നപ്പോൾ പറഞ്ഞത് ഒരേ വാചകമാണ്.
അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ. അവർ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി ടോയ്ലറ്റിൽ പോയപ്പോൾ എല്ലാവരും ആദ്യം എടുത്തു വെച്ച ഇടതുകാലാണ്. പറഞ്ഞത് ഒരേ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു മിനൽ ഖുബ്സി വൽ ഖബായിസ്. തിരിച്ചു വന്നപ്പോൾ എടുത്തു വെച്ച വലതുകാലാണ്. പറഞ്ഞ ഒരേ വാചകമാണ്. അഥവാ ലോകത്തിലെ 170 കോടി മനുഷ്യർ നടത്തം, ഇരുത്തം, കിടത്തം, ഉറക്കം, ഉണർച്ച, സ്വഭാവം, സമീപനം, സംസ്കാരം, നാഗരികത, കുടുംബം, രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹ്യം എല്ലാറ്റിനും അത്ഭുതകരമായി നിയന്ത്രിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വമാണ്. ആ പ്രവാചകന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും അനുധാവനം ചെയ്യുക. നിങ്ങൾക്ക് പ്രവാചകൻ ഉത്തമമായ മാതൃകയുണ്ട്. അങ്ങനെ പ്രവാചകൻ അനുസരിച്ച് അള്ളാഹുവിന് വിധേയമായി മാറുക എന്നതാണ് രണ്ടാമത്തെ മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന് താല്പര്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആദർശത്തിൻ്റെ സത്ത എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും അള്ളാഹുവിനെ മാത്രം പരമാധിപത്യം അംഗീകരിച്ച് അള്ളാഹു അവൻ്റെ പ്രവാചകനിലൂടെ പ്രയോഗവൽക്കരിച്ച ജീവിത വ്യവസ്ഥ ദീന് അനുധാവനം ചെയ്യണമെന്നതാണ് അതിൻ്റെ അടിസ്ഥാന ആദർശം. അതിന് ലംഘനമാണ് ശിർക്ക് എന്നത്. അതിനാൽ ജീവിതത്തിന് ആരാധന രംഗത്തെ ശിർക്കുണ്ട്, സാമ്പത്തിക രംഗത്തെ ശിർക്കുണ്ട്, കുടുംബജീവിതത്തിൽ ശിർക്കുണ്ട്, നടത്തത്തിൽ ശിർക്കുണ്ട്, വ്യക്തിജീവിതത്തിൽ ശിർക്കുണ്ട്, രാഷ്ട്രീയത്തിൽ ശിർക്കുണ്ട്, സമൂഹത്തിൻ്റെ എല്ലാ ജീവിത തലങ്ങളിലും തൗഹീദും ശിർക്കുമുണ്ട്. അതിനാൽ ജീവിതത്തിലെ മുഴുവൻ മേഖലകളും തൗഹീദ് അനുസരിച്ചായിരിക്കണമെന്നും എല്ലാം പ്രവാചകൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അധ്യാപനങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്നുമാണ് ഈ ആദർശത്തിൻ്റെ അടിസ്ഥാനപരമായ താല്പര്യം. ആ അർത്ഥത്തിൽ ഈ ആദർശത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് ഇതൊരു വിപ്ലവകരമായ ആശയമായി മാറുക. ഈ വിധം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പറയുന്നവർ ദുർബലമാണെങ്കിലും അത് എല്ലാ അക്രമികളെയും, ഏകാധിപതികളെയും, സ്വേച്ഛാധിപതികളെയും, മർദ്ദകരെയും അസ്വാസ്ഥ്യപ്പെടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നൊരൊറ്റ മനുഷ്യൻ ഇറാഖിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പിതാവിനെയും കുടുംബത്തെയും മാത്രമല്ല നമ്രൂദിനെ അസ്വാസ്ഥ്യപ്പെടുത്തി, നമ്രൂദിൻ്റെ ഉറക്കം കെടുത്തി. മൂസ അലൈഹിസ്സലാം എന്ന അടിമകളുടെ ഇടയിൽ നിന്ന് കടന്നു വന്ന മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ഫറവോൻ്റെ സ്വൈരനിന്ദനയ്ക്ക് വിഘാതം സംഭവിച്ചു. അനാഥ ബാലനായിരുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ കുത്തക കുലാക്കുളായിരുന്ന അബൂജഹലും അബൂലഹബും ഉത്ബത്തും ശൈബത്തും ഞെട്ടി വിറച്ചു. റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ മാറ്റം അനിവാര്യമാണെന്ന് അവർക്കും ബോധ്യമായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൻ്റെ പൂർണ്ണതയോടുകൂടി ഉൾക്കൊണ്ട് പ്രബോധനം ചെയ്യുന്ന പ്രസ്ഥാനം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സവിശേഷത. അതാണ് അതിൻ്റെ ആദർശപരമായ പ്രത്യേകത. ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതുപോലെ, വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചതുപോലെ ഈ ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഈ സന്ദർഭത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ വിഷയകമായുള്ള നിങ്ങളുടെ എല്ലാ അന്വേഷണങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആ അർത്ഥത്തിൽ നമുക്ക് ഈ വർഷം അഥവാ ഇത് എല്ലാ വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിക്കുന്ന മൗലിക ഘടകം എന്ന നിലയിൽ ഇസ്ലാം ഇതിനെ നിരാകരിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ടെന്ന് ഈ ആദർശത്തെ വിവിധം ഉൾക്കൊള്ളണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.